ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z10X എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z10X എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു Z10Xൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ വരാൻ സാധ്യതയില്ല, LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നന്നായനെ എന്നുള്ളൂ. പക്ഷേ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് 1050 നിറ്റ്സ് വരെ വന്നേക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ബാറ്ററി ആയിരിക്കും. ഡിസ്പ്ലേ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് പൊതുവെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അത് നല്ലൊരു കാര്യമാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും ഇത്. അപ്പം വളരെ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവും. 8 5G ബാൻഡ്സ് ഇതിൽ വരും. പിന്നെ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റെൻഡഡ് റാം പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരും. പക്ഷേ 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ Android 15 ബേസായിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. പിന്നെ 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം അത്ര മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 6500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ 2025 Q3 ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. Q3 എന്ന് പറയുമ്പോൾ 3rd ക്വാഡ്രന്റ്, അതായത് ജൂണിന് ശേഷമായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഇതിൻ്റെ ഇടയിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ലോഞ്ച് ഡേറ്റിൻ്റെ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവോയുടെ Vivo T4X 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐക്യു Z10X എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. വിലയുടെ കാര്യത്തിൽ പൊതുവേ വിവോയുടെ ഫോണിനേക്കാൾ കുറച്ചും കൂടി ഒരു വില കുറവിലാണ് ഐക്യുയുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാറ്. അപ്പം ഒരു 500 രൂപ നമുക്ക് കുറവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Vivo T4X 5G എന്ന സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 13,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യുയുടെ ഐക്യു Z10X എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.